ഇത് നമ്മൾ നല്ലൊരു പ്രോൺ റോസ്റ്റ് ആട്ടോ ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഭാഗത്തൊരു നൂല് പോലെ ഉണ്ടാവില്ല വേസ്റ്റിൻ്റെ, അപ്പോൾ അതൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു സൈഡൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കുക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ആ ഒരു സൈഡും കൂടി ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അത്ര മതി കേട്ടോ. ചെമ്മീൻ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഒരുപാട് സമയം വെക്കുമ്പോൾ പിന്നെ ചെമ്മീൻ ഒരു റബ്ബർ പോലെയാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും ഇതുപോലെ 3 മിനിറ്റ് ആയിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയ സമയത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കാം കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ആ ഒരു പാനിൽ മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിൽ മാത്രമായിട്ട് വേണം നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓയിലും ബട്ടറും ആയാലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ നമ്മൾ ഗാർലിക് നന്നായി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അന്നൊന്നിങ്ങനെ മൊരിഞ്ഞിട്ട് ആ ഒരു ബട്ടറിൽ ഗാർലിക് മൊരിയുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ്. ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകുക, അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. പ്രോൺസ് നമുക്ക് എങ്ങനെ ഫ്രൈ ചെയ്താലും ഇഷ്ടമായിരിക്കില്ലേ, കാരണം അത്രയും ഒരു ടേസ്റ്റുള്ളൊരു ഫിഷാണ്. അപ്പം നമ്മൾ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടാണല്ലോ മിക്സ് ചെയ്തിട്ട് ആ ഒരു മാരിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ വെറും വെളുത്തുള്ളി മാത്രം ആ ഒരു ബട്ടറിൽ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മണം, ചെമ്മീൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ഒരു റെസിപ്പിയാണ്, ബട്ടർ ഗാർലിക് പ്രോൺ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഈസിയാണല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ ആ ഒരു പ്രോൺസും കൂടെ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഗാർലിക് ബട്ടർ പ്രോൺ മസാല അല്ലെങ്കിൽ പ്രോൺ റോസ്റ്റ് ആട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊരു ജ്യൂസി ആയിട്ട് ആ ചില്ലി ഫ്ലേക്സും ഗാർലിക് ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ആ ഒരു ചെമ്മീൻ ക്ലീൻ ആക്കുന്ന പണിയേ ഉള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.